ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് ജേണിയാണ്. യൂട്യൂബ് ജേണി പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഓൺലൈൻ ബുട്ടീക്കിനെ പറ്റിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2020 അതായത് നമ്മൾ കൊറോണ ടൈമൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ ടൈമിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിൽ തന്നെ നമ്മൾ അടച്ച് ഇരുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മോൾക്ക് ഒരു 1 ഇയർ ആയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമുക്ക് കുട്ടീനെ ഇട്ടിട്ട് പുറത്ത് ജോലിക്ക് പോകാൻ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി, വീട്ടിലിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചുമ്മാ ഇരുന്ന് ബോറടിക്കാതെ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമുക്ക് എന്ത് വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് ആ ഒരു ടൈമിലൊക്കെ ഉണ്ടായിരുന്നത് കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു. അപ്പോൾ ഞാനും അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ടൈമിൽ എൻ്റെ അമ്മ കുക്ക് ചെയ്യും, ഞാൻ വീഡിയോ എടുക്കും, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ഒത്തിരി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ഒരു എൻകറേജ്മെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ്ങൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മദർ ഇൻ ലോൻ്റെ തന്നെ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടായിരുന്നു, ഉഷയുടെ ഒരു മെഷീൻ. അപ്പോൾ അതിൽ തന്നെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസായിട്ടൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, യൂട്യൂബ് മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ 2 ക്രൈറ്റീരിയാസാണ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് അവേഴ്സ്. ഇത് രണ്ടും കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 4000 അവേഴ്സ് വാച്ച് ടൈം കിട്ടണം. അത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ഞാനത് ഓരോ വീഡിയോസ് ചെയ്യും, ഓരോ അവേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതായത് ഒരു ദിവസം ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. ഞാൻ പൊതുവേ പിൻട്രസ്റ്റ്, ഗൂഗിള് അവിടെ നിന്നൊക്കെ ഒത്തിരി ഡ്രസ്സിൻ്റെ ഡിസൈനൊക്കെ ഞാനിങ്ങനെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് മോഡൽസൊക്കെ ഞാൻ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സ് മോഡൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടു. അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് ഒരുപാട് വ്യൂസ് നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടി. കൂടാതെ ഞാൻ അതിൽ ഇടയിൽ കൂടിയിട്ട് സ്റ്റിച്ചിങ് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഒരുപാട് വ്യൂസ് എനിക്ക് ആ വീഡിയോയ്ക്ക് കിട്ടി. കൂടാതെ ഞാൻ ആ ഒരു വീഡിയോയിൽ എൻ്റെ ഫോൺ നമ്പറും കോൺടാക്റ്റ് നമ്പറും ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഒത്തിരി കോൾസ് വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രസ്സ് ചെയ്തു തരുമോ. ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് 2021 അപ്പോൾ അങ്ങനെ എൻ്റെ വാട്സപ്പിലേക്കും കോൾസായിട്ടും ഒത്തിരി എൻക്വയറീസ് വരാൻ തുടങ്ങി. പക്ഷേ ആ ഒരു ടൈമിൽ ഞാൻ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്ന ഒരു ടൈമായിരുന്നു. അതായത് ഞാൻ നൈറ്റി, ടോപ്സ് അത്രയൊക്കെ മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുള്ളായിരുന്നു. ഞാൻ സ്റ്റിച്ചിങ് പഠിച്ച് വരുന്ന ഒരു ടൈമായിരുന്നു. കുഞ്ഞിലേ തൊട്ട് ചെയ്യുമായിരുന്നു. ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സ്റ്റിച്ചിങ്ങിനോട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോയിൽ ഒത്തിരി എൻക്വയറീസ് വന്നപ്പോൾ ഞാനങ്ങനെ രണ്ടും കൽപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഓർഡേഴ്സ് എടുക്കാം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഓർഡർ തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള ഒരു ഓർഡറായിരുന്നു. അതൊരു അംബർല കട്ട് ചുരിദാറാണ്, ഫ്ലയേർഡ് ആയിട്ടുള്ളൊരു അംബർല. ആക്ച്വലി എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ആ ഒരു ടൈപ്പ് ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കി ആ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് പഠിച്ചിട്ട് ഞാൻ തന്നെ എറണാകുളത്ത് പോയി മെറ്റീരിയൽസ് എടുത്ത് ഞാൻ ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊറിയർ അയച്ച് ആ കസ്റ്റമറിന് കൊടുത്തു. അതായത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഡ്രസ്സ് ഓർഡർ എന്ന് പറയാം. അപ്പോൾ ആ ഒരു കസ്റ്റമറിൻ്റെ റിവ്യൂ എനിക്ക് വന്നത്, അവർക്ക് ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർക്ക് അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഡ്രസ്സ് ഒരു പുറത്തുള്ള ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതും ഒരു ഓർഡിനറി മോഡലല്ല, കുറച്ച് പാർട്ടി വെയർ ഒരു ടൈപ്പ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു ഓർഡറിൽ നിന്ന് എനിക്ക് ഭയങ്കര എന്തൊക്കെയോ ഒരു ധൈര്യം എനിക്ക് കിട്ടി. അത് കൂടാതെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ യൂട്യൂബ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ യൂട്യൂബിൽ എനിക്ക് 4000 അവേഴ്സ് കംപ്ലീറ്റ് ആയി. അങ്ങനെ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് പിന്നെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കുറേ ടൈം എടുക്കും. ഏകദേശം ഒരു
6 മന്ത്സിൽ കൂടുതലൊക്കെ എടുത്തു തോന്നുന്നു അത് മോണിറ്റൈസ്ഡ് ആവാനായിട്ട്. എന്നിട്ട് പിന്നെ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാലും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് വേറെ ഉണ്ട്. അതെല്ലാം കൊടുത്തിട്ട് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോസ് ഒരു $100 കംപ്ലീറ്റ് ആവണം. അങ്ങനെ $100 കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുള്ളൂ. പിന്നെ അതിനുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ $100 കംപ്ലീറ്റ് ആയി. അപ്പോൾ ഓരോ വീഡിയോസിലും കിട്ടുന്ന ചെറിയ ചെറിയ വ്യൂസ് വെച്ചിട്ടാണ് നമുക്ക് $100 കംപ്ലീറ്റ് ആവുന്നത്. എനിക്ക് 2023 മെയ്യിലാണ് എനിക്ക് എൻ്റെ ഇതിൽ യൂട്യൂബിൽ ആദ്യമായിട്ട് $100 കംപ്ലീറ്റ് ആയി. എനിക്ക് ആ ഒരു എമൗണ്ട് എനിക്ക് കിട്ടി. അപ്പോൾ ആദ്യമായിട്ട് ഏകദേശം പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ടോ എനിക്ക് കിട്ടാൻ. പിന്നെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ കൂടുതലും എൻ്റെ ആ ഒരു ക്ലോത്തിങ് ബിസിനസ്സിലേക്കായിരുന്നു എൻ്റെ കൂടുതൽ ശ്രദ്ധ. ഞാൻ ഇടുന്ന ഓരോ സ്റ്റിച്ച് ചെയ്യുന്ന ഓരോ ഡ്രസ്സുകളും അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒത്തിരി ഓർഡേഴ്സ് ഞാൻ അത് ചെറിയൊരു മെഷീനിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഒരു പവർ മെഷീൻ മേടിച്ചു, സ്വന്തമായിട്ട് പവർ മെഷീൻ മേടിച്ചു. കൂടാതെ പിന്നെയും ഒരു പവർ മെഷീൻ മേടിച്ചു. അങ്ങനെ 3 പവർ മെഷീൻ ഞാൻ ടോട്ടൽ മേടിച്ചു. ലോക്കിംഗ് മെഷീൻ മേടിച്ചു. അങ്ങനെ നമ്മുടെ ബിസിനസ് പടിപടിയായിട്ട് കുറച്ചുകൂടി ഇങ്ങനെ ഉയർന്നു വന്നു. ഇതെല്ലാം നമുക്ക് ഓൺലൈൻ ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ കൂടുതൽ. നമുക്ക് നാട്ടിലുള്ള ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഓൺലൈൻ ഈ യൂട്യൂബ് ത്രൂ വരുന്ന ഓർഡേഴ്സ് ആയിരുന്നു നമുക്ക് കൂടുതൽ. അപ്പോൾ എനിക്ക് യൂട്യൂബ് കൊണ്ടിട്ട് ഈ 2 ഗുണങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ നിന്നും ചെറിയൊരു വരുമാനം, പക്ഷേ നമുക്ക് വീഡിയോസിൻ്റെ വ്യൂ കിട്ടുന്ന പോലെ ഇരിക്കും യൂട്യൂബിൽ നിന്നുള്ള വരുമാനം. അതൊരു വലിയൊരു വരുമാനം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് അത്രയും വരുമാനം അതിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് അതുവഴി ഓൺലൈൻ ബിസിനസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനും അത് വളർത്തിയെടുക്കാനൊക്കെ എനിക്ക് സാധിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നാലും നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും, എൻ്റെ ഒരു കുഞ്ഞിലെ മുതലുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, എന്തെങ്കിലും സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ബുട്ടീക്കിൻ്റെ പേര് ലൈഫ് ക്ലോത്തിങ് എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിന് ആയിട്ടുണ്ടായ പേര് വിനൂസ് ലൈഫ് എന്നാണ്, വിനൂസ് ലൈഫ്. പിന്നെ ഞാൻ ബുട്ടീക്കിന് ലൈഫ് ക്ലോത്തിങ് എന്നാണ് ഇട്ടത്. അതിന് ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. അങ്ങനെ നമ്മൾ 2020 സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലാണ്. ഇന്നിപ്പോൾ 2025 ആയിട്ടുണ്ട്. അതായത് ഒരു 4 to 5 ഇയേഴ്സ് ആയിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ കുറേ എക്സ്പീരിയൻസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.